എത്ര മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ ആടുമാടുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും ഭക്ഷിക്കാനുമുള്ള മനോഹരമായ ഒരു പ്രദേശം. ശരിയല്ലേ? ശരിയാണ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. എന്താണത്? നമ്മുടെ യജമാനൻ ഒരു തികഞ്ഞ ആത്മവിശ്വാസിയാണ്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടേയില്ല. ഈ കാണുന്ന സ്വത്തും ആടുമാടുകളും ഹൃദയവിശാലതയും മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കുന്ന നമ്മുടെ യജമാനൻ. എന്നാൽ ഏത് രംഗത്തും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താണ് ഇലിയാസ്? പറയാം. സംഘർഷപൂർണമായ ജീവിതമായിരുന്നു നമ്മുടെ യജമാനന്റേത്. എന്റെ പിതാവ് നിമ്രോദ് രാജാവിന്റെ കൊട്ടാരത്തിലെ കാര്യവിചാര കൂട്ടത്തിലെ പ്രമാണികളിൽ ഒരാളായിരുന്നു. പട്ടണമായ ഊരിലാണ് അവർ ജീവിച്ചിരുന്നത്. മെസപ്പെട്ടോമി എന്ന പ്രദേശത്ത് നദിയുടെ കിഴക്കു ഭാഗത്ത് നാടോടി സ്വഭാവമുള്ളതും ബഹുദൈവ വിശ്വാസികളുമായിരുന്നവർ യഹോവയായ ദൈവത്തെയും ആരാധിച്ചിരുന്നു. ആരാധനയ്ക്ക് മറ്റു ദൈവങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നാമൻ നമ്മുടെ യജമാനന്റെ പിതാവ് തേരായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കൾ. നമ്മുടെ യജമാനൻ ഹാരാൻ, നാഹോർ. നമ്മുടെ യജമാനന്റെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രാം? അതെ, ലോകപിതാവായി അറിയപ്പെടേണ്ടത് കൊണ്ടായിരിക്കാം പിന്നീട് ദൈവം അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം എന്നാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുജന്മാർ നാഹോർ, ഹാരാൻ എന്നിവർ? ഹാരാൻ ഊരിൽ വെച്ച് തന്നെ മരിച്ചു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ലോത്ത്. വലിയ യജമാനൻ എത്രാമത്തെ വംശാവലിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക? പേര് നോഹായുടെ വംശാവലിയിൽ 9ാമനായിരുന്നു. ഇനിയുള്ള കാര്യം യഹൂദർക്കിടയിൽ ഒരു വാമൊഴിയായി പറഞ്ഞു വരുന്ന കഥയാണിത്. പറയൂ, കേൾക്കാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ബാബിലോണിയൻ രാജാവായ നിമ്രോദിന്റെ കൊട്ടാരത്തിലെ പ്രമാണികളിൽ ഒരാളായിരുന്നു അബ്രാഹത്തിന്റെ ചിത്രത്തിന്റെ രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ വീക്ഷിച്ച് ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു വലിയ ജനസമൂഹത്തിന്റെ പിതാവാകുമെന്ന് ജ്യോതിഷമർ പ്രവചിച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞ് രാജാവ് കുട്ടിയെ കൊല്ലാൻ തേരയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അബ്രാം ജനിച്ച ഉടനെ ഒരു ഗുഹയിൽ ഒളിപ്പിക്കുകയും പകരമായി ഒരു ദാസന്റെ മകനെ കൊല്ലുവാനായി ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് കുട്ടിയായിരുന്ന അബ്രഹാം 10 വയസ്സ് വരെ ഈ ഗുഹയിലാണ് ജീവിച്ചത്. ഇവിടെ വെച്ച് ആകാശത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ വീക്ഷിച്ച് ഇവയെല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യഹോവയായ ദൈവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചു. യഹോവയെ മാത്രമേ ആരാധിക്കാമെന്ന് തന്റെ പിതാവിനോട് ശബ്ദം പിടിക്കുമായിരുന്നു. എന്നാൽ നേരെ അത് ഗവനിച്ചിരുന്നില്ല. ഒരു ദിവസം തന്റെ പിതാവിന്റെ പൂജാമുറിയിൽ വിഗ്രഹങ്ങളെല്ലാം അച്ചുടച്ചു. ദേവന്മാർ തമ്മിൽ പരസ്പരം കൊന്നതാണ് ഒരു വിശദീകരണവും കൊടുത്തു. ഈ വിവരം രാജാവായ നിമ്രോദിനെ കാര്യങ്ങൾ അറിയിച്ചു. ഇത് വിശ്വസിക്കാത്ത രാജാവ് അബ്രാമിനെ പാദം മുതൽ ഉച്ചി വരെ ഒറ്റ കയറിൽ കെട്ടി വലിഞ്ഞ അഗ്നിക്കിരയാപ്പം കൽപ്പിച്ചു. എന്നാൽ മഹാ അത്ഭുതമെന്ന് പറയട്ടെ, അബ്രാമിനെ കെട്ടിയിരുന്ന കയർ കത്തി നശിച്ചു എന്നല്ലാതെ അബ്രാമിന് ഒരു ദോഷവും വരുത്തിയില്ല. ഈ മഹാ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് ഞാനും എന്റെ പിതാവും യജമാനോടൊപ്പം കൂടിയത്. അങ്ങനെ എത്ര മഹാ അനുഭവങ്ങൾ. ഓ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർവശക്തനായ ദൈവത്തിന്റെ ദാസനെ തൊട്ടടുത്ത് കാണുക എന്നുള്ളത് മഹാഭാഗ്യമാണ്.
ഈ സമ്പത്തിൽ ഇവന്നുള്ള വിഹിതം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് യജമാനെ. നമ്മുടെ കഴിഞ്ഞ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ യോദ്ധാക്കളുടെ കൂടാരങ്ങളിലേക്ക് അവർക്കുള്ള വിഹിതം ഇതിൽ നിന്ന് കൊടുക്കണ്ടേ? അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഒന്നിനും ഏതിനും ഒരു കുറവും വരുത്തരുത്. ശരി യജമാനെ, എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തു കൊള്ളാം. നീ എന്റെ ദാസനാണെങ്കിലും എനിക്കേറെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിവാഹം ഇവിടെ നടന്നു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യജമാനെ, എനിക്ക് അങ്ങയുടെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങൊരു പിതാവായി കാണുന്നത് കാണാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. നമ്മുടെ യഹോവയായ ദൈവത്തോട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴുള്ള ചിന്ത കൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. എന്നെ അറിയുന്ന ദൈവമുണ്ട്. ആ ദൈവം ഉള്ളപ്പോ ഞാനെന്തിന് ആകുലപ്പെടണം? പിന്നെ അത് ദൈവത്തിന്റെ ദാനവും ഭൂമിയുടെ അവകാശവുമല്ലേ? അത് ആർക്ക് എപ്പോൾ എങ്ങനെ നിശ്ചയിക്കുന്നത് യഹോവയായ ദൈവമാണ്. അതെ, ഈ പോയി ഉറങ്ങിക്കോളൂ. ശരി യജമാനെ. എനിക്കും ഈ അനുഭവമാണ്. വയോധികനാകുന്ന ഞാൻ ഒരു യുവാവിന്റെ പ്രസവത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നോക്കൂ, ലോകം മുഴുവനത്തോളം കാലം ഒരു ജനതയുടെ പിതാവായി ഞാൻ അറിയപ്പെടും എന്നാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത്. മക്കളില്ലാത്ത നമ്മൾ എങ്ങനെ അതിന് യോഗ്യരാകും? എന്റെ ദാസിക്ക് പോലും ദൈവം ഭാഗ്യം കൊടുത്തു. ആരോടും പറയാൻ പറ്റാത്ത എന്റെ മാത്രം ദുഃഖങ്ങൾ. വിവാഹശേഷം എന്റേതൊന്നുമില്ല, നമ്മുടെ എന്തേ പറയാവോ? ദൈവം കൂട്ടിച്ചേർത്തവർക്ക് എന്ത് നൽകണമെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. ആ ദൈവത്തെ പരീക്ഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും വരുത്. ദൈവത്തിന് എല്ലാ മനുഷ്യരുടെയും മനസ്സറിയുവാൻ കഴിയും. ശരിയാണ്. എന്നിരുന്നാലും കാലം മനുഷ്യൻ തീർക്കുന്ന ഒരു ശേഷിപ്പില്ലേ? വാർദ്ധക്യം. നമ്മളിന്ന് ആ വഴിയിലൂടെ ഇല്ലേ സഞ്ചരിക്കുന്നത്? ദൈവജനത്തെയും ആവശ്യത്തിക്കരുത്. സർവശക്തനായ ദൈവം അസാധ്യമായി ഒന്നുമില്ല. അതെനിക്കറിയാം. പക്ഷേ വിശ്വാസ ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ് അവർക്ക് ദൈവസ്നേഹത്തിന് മഹത്വം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുമോ?
മതി. അതെ, അത് ശരിയാണ്. എന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാണ്. അമ്മയോടൊപ്പം ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞത് പോലും ദൈവത്തിന്റെ കണ്ണുകൊണ്ടാണ്. ഞാനൊരു അവിശ്വാസിയല്ലെന്ന് അങ്ങേക്കും അറിയാമല്ലോ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനു വേദനകൾക്ക് ചിന്തകൾ? നമ്മുടെ എല്ലാ ചിന്തകൾക്കും അവിടുന്ന് മറുപടി നൽകും.
വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ. അബ്രഹാമിന്റെ പദ്ധതികളെ ആകാശിക നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുന്നു. ഈ മകയിലൂടെയാണ് എല്ലാം സഫലമാവുക. ഈ കാണുന്ന പ്രദേശം മുഴുവനും നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് അപേക്ഷിക്കുന്ന ദൈവം, എന്റെ പരിചയം അവയവമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഇസഹാക്ക് നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദി നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹന ബലിയർപ്പിക്കണം. വാർദ്ധക്യത്തിൽ ജനിച്ച മകനെ ഞാൻ സഹായോട് എന്ത് പറയൂ? നിന്റെ മകനോട് ഞാൻ എന്ത് പറയൂ? ദൈവമേ, നീ അബ്രഹാമിനുള്ള വാഗ്ദാനങ്ങൾ ഇതെല്ലാം ഒരു തോന്നലായിരിക്കും. അല്ല, ദൈവം തോന്നലുകളല്ല. ഞാൻ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞിനെയും എവിടെയെങ്കിലും വിളിച്ചാലോ? ഇല്ല, ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന പ്രപഞ്ച സൃഷ്ടാവുമായ കർത്താവിന് കണ്ണുകളിൽ നിന്നും ഈ അബ്രഹാം എവിടെ ഓടി ഒളിക്കാൻ? ദൈവമേ, ദൈവമേ, ഞാൻ നിന്നെ അനുസരിക്കുന്നു, ഞാൻ നിന്നെ അനുസരിക്കുന്നു. വേദിക്കുള്ളവരെ കരുതിയിരിക്കുക. യാത്രയ്ക്ക് തയ്യാറാവും. ഞങ്ങളിതാ വരുന്നു. എവിടേക്കാ ഈ കാഴ്ച? ദേശത്തേക്ക് മോനെയും ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ. പിന്നെ ഇന്നെന്താ ഇസഹാക്കിനെയും ഒപ്പം കൂട്ടുന്നത്? ദൈവത്തിന്റെ മകനല്ലേ? ദൈവത്തിന്റെ മകനല്ലേ? അതിനെ ഒരു ദൈവം അതിനെ സന്തോഷിക്കുന്നതല്ലേ വേണ്ടത്? അതെ, സന്തോഷം, സന്തോഷം. മനസ്സോട് ബലിയർപ്പിക്കണം. പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കും.
ഒറ്റയ്ക്ക് എങ്ങും പോകരുത്. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം. കഴിവിന്റെ നിർവേദനത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണമേ എന്ന്. മോനെ സൂക്ഷിച്ചോണേ, വേഗം മടക്കിക്കൊണ്ട് വരണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ ഇവൻ നമ്മുടെ പൊന്നുകൂടം കൂടെയുള്ള കാര്യം അങ്ങ് മറക്കരുത്. എനിക്കിവനെ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് അങ്ങേക്കും അറിയാമല്ലോ. ഇതെന്താ അതിരാവിലെ യജമാനൻ ഇസാക്കുമൊത്ത് പോയത്? യഹോവയായ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ മോറിയാദേശത്തേക്ക് ബാല്യക്കാർ വിറകും മറ്റു വസ്തുക്കളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ അവർ കൊണ്ടുപോയില്ലല്ലോ. ഞാൻ ശൂന്യമായി പോയി ദൈവത്തിന് വിളിക്കപ്പെട്ടു. വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കുമെന്നു സാറാവ് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും ദൈവദാനം പറഞ്ഞപ്പോ ചിരിച്ചു. എനിക്ക് മാത്രം വിശ്വാസമായിരുന്നു. പക്ഷേ ദൈവം വാക്ക് പാലിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ട് എന്താണെന്ന് അബ്രഹാമിന്റെയും സാറയുടെയും മകനല്ല, ദൈവത്തിൻ്റെതാണ്. അബ്രഹാം ദേവന്റെ പുത്രനല്ല, ദൈവത്തിൻ്റെതാണ്. ഈ ലോകവും ഇതിന് സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഇപ്പോ മോൻ മനസ്സിലാകുന്നുണ്ടോ? ഇസ്ഹാക്കിന്റെ അവകാശിയാരാണ്? ആ ദൈവം നിന്നെ മുറക്കി ചോദിച്ചാൽ വിളിക്കാൻ മകനെ വേണമെന്ന് ദൈവം പറഞ്ഞാൽ മനസ്സൂടെ കൊടുക്കണ്ടേ? ഞാൻ എന്റെ മകനെ അവിടേക്ക് ദഹനബലിയായി ഞാൻ അർപ്പിക്കുന്നു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ
നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. അബ്രാഹത്തിന്റെ വിശ്വാസം നമുക്ക് പാഠമാക്കണം. ലോകത്ത് മറ്റെന്തിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.